സർ, പഹൽഗാം അറ്റാക്കിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ പാകിസ്ഥാനെ നാണക്കെട്ടെങ്കിലും അതിനേക്കാൾ നാണക്കേടുണ്ടായത് ചൈനയ്ക്കാണ്. ചൈനയുടെ ആയുധങ്ങളൊക്കെ നിലംപരിശാകുന്നത് കാണപ്പെട്ടു. മാത്രമല്ല, അത് അവരുടെ പ്രതിരോധ ശേഷിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അവഹേളനങ്ങൾ പോലുമായിട്ടുണ്ട്. മാത്രമല്ല, പാശ്ചാത്യ രംഗത്ത് അവർക്ക് ഒരു വില പോകുന്ന, അതായത് മറ്റ് ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്ന് തന്നെ അവരുടെ ആയുധ കച്ചവടം നന്നായി ഇടിയുന്നൊരവസ്ഥയുണ്ടായി. അപ്പോഴാണ് ഇപ്പോൾ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അവരുടെ മദർഷിപ്പ് ഡ്രോണ് അണിയറയിൽ ഒരുങ്ങുന്നു. അതായത് 100 ഡ്രോണുകൾ വഹിക്കാൻ ശേഷിയുണ്ട് അതിന്. അതായത് മാത്രമല്ല 12 മണിക്കൂർ തുടർച്ചയായി അതിന് പ്രവർത്തിക്കാൻ കഴിയും, ആ രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ മിസൈൽ അടക്കം ശേഖരിച്ച് വെക്കാൻ പറ്റും. അങ്ങനെ രീതിയിൽ 6 ടൺ ഭാരം സംഭരിക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ പറഞ്ഞ് ചൈന വീണ്ടും ഒരു റോള് പറയുകയാണ്. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, നമ്മൾ അത്ര നിസ്സാരക്കാരല്ല എന്ന് പറയുകയാണ് ലോകത്തിന് മുൻപിൽ. ഇത് എത്രമാത്രം ലോകരാജ്യങ്ങൾക്ക് ഭീഷണിയാകുന്നു, അത് നേരിട്ട് ഇന്ത്യയെ ഭീഷണിയാകുന്നു, അത് അമേരിക്കയ്ക്ക് എത്രത്തോളം ഭീഷണിയാകുന്നു, ഇത് യാഥാർത്ഥ്യമാകുമോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത് പകുതി സത്യവും പകുതി യാഥാർത്ഥ്യവും എന്ന രീതിയിലാണ് നമുക്ക് കാണേണ്ടത്. ചൈന പറഞ്ഞുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. ചൈനയുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി ആയുധക്കട പൂട്ടിയ അവസ്ഥയാണ്. കാരണം പാകിസ്ഥാനിൽ ചൈന പരീക്ഷിച്ച മുഴുവൻ സാധനങ്ങളും ഇന്ത്യ അടിച്ചിട്ടു. അവരുടെ വ്യോമ പ്രതിരോധ സാധനങ്ങളായാലും മിസൈലുകളായാലും വിമാനങ്ങളായാലും ഡ്രോണുകളായാലും എല്ലാം നമുക്ക് റഡാറുകൾ നമ്മൾ അതിജീവിച്ച് കടന്നു. ഇതെല്ലാം കാണിക്കുന്നത് ചൈനയുടെ ആയുധങ്ങൾ വെറും അവരുടെ ടോയ്സ് പോലെയാണെന്നാണ്. അവരുടെ ടോയ്സ് ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ടല്ലോ, ഇതുപോലത്തെ ഒരു സാധനങ്ങളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തെന്നുള്ളൊരു ധാരണയോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയോ. ചിലപ്പം ചൈന പാകിസ്ഥാന് കൊടുത്തത് ലോ ക്ലാസ് സാധനമായിരിക്കാം, ചൈനയുടെ ഹൈ ക്ലാസ് സാധനം ഉണ്ടാവാം. പക്ഷേ എന്തായാലും അന്തരീക്ഷത്തിൽ ലോക രാജ്യങ്ങളുടെ ഇടയിൽ ചൈനയ്ക്ക് ഇപ്പോൾ ഒരു ചെറിയ കോട്ടം സംഭവിച്ചിരിക്കുന്നു. ചൈനയുടെ ആയുധങ്ങൾ ഇനി വാങ്ങിക്കേണ്ട എന്ന് പല രാജ്യങ്ങളും തീരുമാനിക്കുകയും അവർ ഇന്ത്യയുടെ ആയുധം വാങ്ങിക്കണം എന്ന് തീരുമാനിക്കുകയും ഇന്ത്യയുടെ ബ്രഹ്മോസ് അടക്കമുള്ള ആകാശ് മിസൈൽ അടക്കമുള്ള സാധനങ്ങൾ, വെറും റൈഫിൾ പോലും, നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന റൈഫിളുകൾ പോലും, അതുപോലെ തന്നെ എവിടെയും എടുത്തുകൊണ്ട് പോകാവുന്ന ടാങ്കുകൾ, ഇതൊക്കെ ഈസി മൊബൈൽ ടാങ്കുകൾ, ഇതൊക്കെ നമുക്ക് ലോക വിപണിയിൽ വളരെയധികം പ്രാധാന്യം നൽകിയിരിക്കുകയാണ്. നമ്മുടെ ടെറൈനിനനുസരിച്ച് നമുക്ക് കുന്നിൻ്റെ മുകളിലും അല്ലെങ്കിൽ മലയുടെ മുകളിലും താഴെയും സമുദ്രത്തിൻ്റെ അടുത്തും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിലുള്ള ഈസി ടാങ്കുകളൊക്കെ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് ലോകത്തിൻ്റെ മാർക്കറ്റിൽ വലിയ പ്രാധാന്യം കിട്ടിയിരിക്കുന്നു. അപ്പോൾ ചൈനയ്ക്ക് അതൊരു വല്ലാത്ത വൈഷമ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ ചൈനയ്ക്ക് വന്നിരിക്കുന്ന ഒരു പരാജയം അവരുടെ ആയുധങ്ങൾ കളിക്കോപ്പുകളാണ് എന്ന് ലോകം വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്താനായിട്ടാണ് അവർ പാകിസ്ഥാനിൽ തന്നെ ഒരു വലിയ സമ്മാനം കൊടുക്കാൻ പോകുന്ന മട്ടിൽ പറയുന്നു. ഞങ്ങളുടെ കയ്യിലിപ്പം സ്കൈ ഹൈ എന്ന് പറഞ്ഞാൽ ആകാശം മുട്ടയുള്ള ഒരു ഡ്രോൺ മദർഷിപ്പ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ മദർഷിപ്പിനകത്ത് നിന്ന് ഒറ്റ ഞെക്കിന് 100 കണക്കിന് ഡ്രോണുകൾ ഇങ്ങോട്ട് പോകും. നേരത്തെ പറഞ്ഞ പോലെ 6 ടൺ ഉള്ള ബോംബ്, ക്രൂയിസ് മിസൈല്, ബോംബ് ഒക്കെ ശേഖരിച്ച് വയ്ക്കാൻ കഴിയുന്നതാണ്. അത് നമ്മൾ പാകിസ്ഥാന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കഥ തീർന്നത് തന്നെ എന്നുള്ളൊരു ഇംപ്ലൈഡ് മീനിങ് വരുന്ന വിധത്തിൽ ഒരു പ്രചരണം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രചരണം എത്രത്തോളം സത്യമാണെന്നുള്ളത് ഇറങ്ങിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം സത്യമാണ്, പാകിസ്ഥാനെ നമ്മൾ ഞെട്ടിച്ചത് കറാച്ചിയിലേക്കുള്ള നമ്മുടെ ഒരു 36 ഷിപ്പ് മൂവ്മെൻറ്റുകളാണ്. നമ്മുടെ INS വിക്രാന്ത് അടക്കമുള്ള നേവി ഓപ്പറേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ നിർത്താം ഞങ്ങൾ എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം. അടി ഞങ്ങൾ നിർത്തിയേക്കാമെന്ന് പറയാനുള്ള കാരണം, കറാച്ചിയെ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കുന്ന വിധത്തിൽ, കറാച്ചി പോയാൽ പിന്നെ അവരുടെ എല്ലാം പോയി, അവരുടെ സാമ്പത്തികമായ എല്ലാ നിലനിൽപ്പും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ആ പോർട്ടിലാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അവരുടെ അകത്തേക്ക് സാധനം വരുന്നതും പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതും എല്ലാം അവിടെയാണ്. അതിലവർ വീണുപോയി. അപ്പോൾ ഇതിൽ പാകിസ്ഥാനും അല്പം ഭയത്തിലാണ്. കാരണം നമുക്കും ഒരു നല്ല നാവിക സംവിധാനം വേണമെന്ന് പാകിസ്ഥാനും ചിന്തിക്കുന്നുണ്ട്. ആ പാകിസ്ഥാൻ്റെ ചിന്തയ്ക്ക് ഉതകുന്ന വിധത്തിൽ ഇപ്പോൾ ഒരു സാധനം ഇപ്പോൾ ചൈന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഡ്രോൺ മദർഷിപ്പ്, ആകാശം മുട്ടുന്ന സ്കൈ ഹൈ എന്ന് പറയുന്ന സാധനം ഞങ്ങളിപ്പോൾ ഇറക്കിത്തരാം എന്നുള്ളത്. പാകിസ്ഥാൻ്റെ IMF ലോണിൽ നിന്ന് കിട്ടുന്ന പണം കുറേ പിടിക്കാനായിരിക്കും. എന്തായാലും ലോക മാർക്കറ്റിൽ ഞങ്ങളുടെ നമ്പർ 1 ഒന്നും ഞങ്ങൾ ഇറക്കിയിട്ടില്ല. ഞങ്ങളെല്ലാം
മൂന്നാം കിട സാധനങ്ങളാണ് പരീക്ഷിച്ചത്, അത് ഉപയോഗിക്കാൻ പാകിസ്ഥാന് അറിഞ്ഞുകൂടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചൈന പ്രചരണങ്ങൾ പലതും നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ശരിയായ സാധനങ്ങളൊന്നും ഞങ്ങൾ ഇറക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു പിന്നെ മദർഷിപ്പ് വന്നതുകൊണ്ട് ഇന്ത്യക്ക് വലിയ ഭീഷണിയൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പലരും പറയുന്നത് നമ്മുടെ ബ്രഹ്മോസ് മാത്രം മതി ഇവനെ അടിച്ചിടാനും. അപ്പോൾ അത് മാത്രമല്ല, ബ്രഹ്മോസിൻ്റെ പുതിയ വെർഷൻ, നമ്മളിപ്പോൾ ബ്രഹ്മോസിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ വരെ ഇറങ്ങിയിട്ടുണ്ട്. NE എന്ന് പറഞ്ഞിട്ട് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് NG പുതിയ സാധനം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബ്രഹ്മോസിൻ്റെ. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഇവരുടെ ഈ ഷിപ്പ് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും അതിനെ ഔട്ട്ഡേറ്റഡ് ആക്കാൻ കഴിയും എന്നുള്ളതാണ് വിശ്വാസം. ചൈനയിൽ നിന്നപ്പോഴും വരുന്ന സാധനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പുറമോടിയിൽ നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ നല്ല കരുത്തുറ്റതാണ് തോന്നിക്കുമെങ്കിൽ പോലും പ്രവർത്തനത്തിൽ ഒന്നുമില്ലാന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അല്ല, അവർ ചീപ്പ് സാധനങ്ങളാണ് അകത്ത് വെക്കാറ്, അതുകൊണ്ടാണ്. അതിന് ആഡംബരം നോക്കുക എന്നുള്ള രീതി മാത്രമല്ല അവരുടെ പ്രഖ്യാപനങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊപ്പഗാൻഡ ഊതി വിറിപ്പിച്ചൊരു സംഭവം പോലെ ആയിരിക്കും പറയുന്നത്. കാരണം അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയാണ്, പാകിസ്ഥാനേക്കാളും അവർക്കും ഒരു നിലനിൽപ്പിന് വേണ്ടി, അമേരിക്ക അടക്കമുള്ള വൻ ശക്തികൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അങ്ങനെ പലതരത്തിലുള്ള രീതിയും വരുന്നുണ്ട്. അപ്പം ചൈന നേരിട്ടൊരു ഇടപെടൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചൈനീസ് സാധനങ്ങളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ യുദ്ധ സാമഗ്രികളുടെ ക്വാളിറ്റി എന്തെന്നറിയാൻ പാകിസ്ഥാനോടൊരു യുദ്ധം, ഈ യുദ്ധസമാനമായ സാഹചര്യം വേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ, ഇപ്പം US അടക്കമുള്ള ഈ ഒരു കാര്യത്തിന് എങ്ങനെയായിരിക്കും അവർ നോക്കിക്കാണുന്നത്? തിരിച്ചൊരു ഭീഷണിയാകുമോ? അങ്ങനെയാണെങ്കിൽ അതിനെ എതിരിടാൻ വേണ്ടിയുള്ള രീതികൾ ഇവിടെ നിന്ന് ഇതൊരു വെറും ഒരു പ്രഹസനമായിട്ടാണ് പലരും കണക്കാക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ഇത്ര പെട്ടെന്നൊന്നും അങ്ങനത്തെ ഒരു സാധനം പെട്ടെന്ന് ഉണ്ടാക്കി ഇറക്കാൻ പറ്റില്ല. ഇതൊരു കളിക്കോപ്പല്ലല്ലോ. ഒരു മദർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ സാധനമാണ്. ആ മദർഷിപ്പിൽ ഇതുപോലത്തെ 6 ടൺ വരുന്ന ബോംബും ഡ്രോണും സാധനങ്ങളും എല്ലാം വെച്ച് അതിന് 100 ഡ്രോണുകൾ പോകുന്നതിന് 100 കിളിവാതിലുകളൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒറ്റ ചെക്കിന് 100 ഡ്രോൺ ഇതുവഴി, അടുത്ത ചെക്കിന് 100 ഡ്രോൺ അതുവഴി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്തൂടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കിളിവാതിലുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വലിയൊരു ഷിപ്പ് എന്ന് പറയുന്ന ഇതൊക്കെ വർഷങ്ങളായ പരീക്ഷണങ്ങൾ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇന്നലെ ഒരു വാറ് അവിടെ ഓപ്പറേഷൻ സിന്ദൂർ സമാപിച്ചു, അപ്പോൾ അതിനെ കവച്ചു വെക്കാനായിട്ട് ഞങ്ങളിതാ എവിടെ ഇടയിൽ അടുത്ത സാധനം ഇറക്കുമെന്ന് പറയുന്നതൊന്നും ശരിയല്ല. പിന്നെ അങ്ങനെ ഒരു സ്വപ്നം മനസ്സിൽ കാണും. അതിൻ്റെ ഒരു ഒരു AI വേർഷനാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പം ആ AI വേർഷൻ ആർക്കും പുറത്തുവിടാന്നുള്ളൂ, ഇന്ത്യക്ക് വേണേലും പുറത്തുവിടാം. നമ്മൾ ഇവിടുന്ന് നേരെ വ്യാഴത്തിലോ എങ്ങാനും ഒരു പേടകം അയച്ചിട്ട് അവിടുന്ന് അമേരിക്ക അടിക്കുന്ന പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കാൻ AI വെച്ച് പറ്റും. പക്ഷേ ഇത് റിയലായിട്ട് ഉണ്ടാക്കാനാണ് പാട്. അത് സ്വാഭാവികമായിട്ട് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു 100 ടൺ അല്ലെങ്കിൽ 100 ഡ്രോണുകൾ, അതായത് 6 ടൺ ഭാരവും വഹിച്ചുകൊണ്ട് ഇത് ഇത്രയും സ്പീഡിൽ ഏതാണ്ട് 12 മണിക്കൂറോളം അതിനകത്ത് ബാക്കപ്പ് ഉണ്ടാവുമെന്ന് പറയുന്നു. ഇതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇത് വർഷങ്ങൾ കൊണ്ടുള്ള ഒരു പരീക്ഷണമാണ്. മാത്രമല്ല ഇത് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുന്നത് പ്രാക്ടിക്കലാകുമോ? ഈസി അല്ല. അത് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് 2 ആഴ്ച ആകുന്നില്ല, അതിനു മുമ്പേ നമ്മളിപ്പം അടുത്ത സാധനം ഞങ്ങൾ പാകിസ്ഥാന് എല്ലാ പ്രതിരോധത്തിനും വേണ്ട സാധനം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ബഡായിയാണ്. അത് അവർക്ക് ചൈന എപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും വലിയ വായിൽ സംസാരിക്കുക, അവരുടെ കാര്യങ്ങളെല്ലാം വലുതാക്കി പറയും. ഈ ഒരു പഹൽഗാമിന്റെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 2 കാര്യങ്ങൾ വ്യക്തമായി. ഒന്ന്, ലോകരാജ്യങ്ങൾക്കിടയിൽ ചൈനയ്ക്കുണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം, അതായത് ആയുധ കച്ചവടത്തിൽ തങ്ങളാണ് വലുതെന്ന് പറയും. മറ്റൊന്ന് അത് തകർന്നു വീണു. മറ്റൊന്ന്, ഇന്ത്യ എന്നുള്ള ഇപ്പോൾ ബ്രഹ്മോസിലൂടെ ഇന്ത്യ കുതിച്ചു കയറി. ബ്രഹ്മോസ് ഒരു ഐറ്റം കാണാൻ ഇപ്പോൾ ക്യൂ നിൽക്കുകയാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ബ്രഹ്മോസ് 2 വേണ്ടി അവർ കാത്തിരിപ്പ് തന്നെ. കാരണം താങ്കൾ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെയാണ്, വളരെ ചെലവ് ചുരുങ്ങി, അതുപോലെ തന്നെ ലക്ഷ്യം ഭേദിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രിസൈസ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ അതിനുവേണ്ടി ക്യൂ നിൽക്കുന്നതും. അപ്പോൾ പുതിയ പ്ലാന്റുകൾ അതിനുവേണ്ടി തയ്യാറാക്കുന്നു. ഇപ്പം എല്ലായിടത്തും സജ്ജീകരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അമേരിക്കയ്ക്ക് ഒരു സ്റ്റാൻഡ് ഇപ്പോൾ അവർക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. അമേരിക്കയ്ക്ക് ഒരു ഭീഷണി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വശത്ത് ചൈന ഇങ്ങനെ തകരുന്നു, ഒരു സ്ഥലത്ത് ഇന്ത്യ ഇങ്ങനെ വരുന്നു, മറ്റൊരിടത്ത് മത്സരങ്ങൾ കടുക്കുന്നു. അപ്പോൾ അമേരിക്കയുടെ സ്റ്റാൻഡ് എന്താണ്? ഇന്ത്യയുടെ ഒരു വളർച്ച, ചൈനയുടെ ഒരു തളർച്ച, ഇതെല്ലാം തന്നെ മൊത്തത്തിലൊരു ആശങ്കാകുലമായിട്ടുള്ള കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അമേരിക്ക ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, മുമ്പ് അവർ ചൈനയെ എതിർക്കാനായിട്ട് ഇന്ത്യ എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ ഇന്ത്യ അങ്ങനെ പിടിതരുന്ന ഒരു രാഷ്ട്രമല്ല എന്ന് വന്നപ്പം ചൈനയെ കൂടെ അവർ കൂട്ടുപിടിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചൈനയെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തി. ഇപ്പോൾ പ്രത്യേകിച്ച് ട്രേഡ് റിലേഷൻഷിപ്പൊക്കെ ഒന്ന് ശക്തമായി വന്നിരിക്കുന്നു. അവരുടെ ട്രേഡ് ടാരിഫ് 110% കുറച്ചിരിക്കുന്നു. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ചൈനയുമായിട്ടൊരു അടുപ്പം വന്നിട്ടുണ്ട്.
പിന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി ചൈന തുറന്നോട്ടെ എന്നുള്ളത് ഇപ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്തായാലും അമേരിക്കയെ പോലും നമ്മുടെ ഈ 3 ദിവസത്തെ മിന്നലാക്രമണം അതിശയിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇത്ര ഒരു സ്മാർട്ട് വാർ, ഹിറ്റ് ഹാർഡ്ലി ആൻഡ് ഹിറ്റ് സ്മാർട്ട്ലി എന്നാണ് ശശി തരൂർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അടിക്കേണ്ടത് എവിടെയാണോ അവിടെയെല്ലാം കറക്റ്റായിട്ട് അടിച്ചു. 9 കേന്ദ്രങ്ങൾ പറഞ്ഞുകൊണ്ട് ടക്കടക്കേന്ന് 9 കേന്ദ്രങ്ങളിൽ അടിക്കാൻ സാധിച്ചു. 11 വ്യോമത്താവളങ്ങൾ അടിച്ച് തകർത്തു. അതിനുശേഷം നമ്മൾ കറാച്ചിയിൽ പോയി കറാച്ചി ഭസ്മമാക്കും എന്ന് വന്നപ്പോഴാണ് അവർ തോക്ക് താഴെ വെച്ച് നമുക്ക് ചർച്ചയാകാം, വെടിനിർത്തലാകാം എന്ന് പറഞ്ഞത്. അവരുടെ അണുവായുധ ഭീഷണി പോലും നടന്നില്ല. ഇപ്പം ഇന്ത്യ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിലാണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം തന്നെ S-400 വെച്ചിട്ട് നമുക്ക് ഈ അണുവായുധം അവിടുന്ന് വരുമ്പോൾ തന്നെ തകർക്കാൻ അവിടെ ഇട്ട് തന്നെ, അതായത് പാകിസ്ഥാൻ്റെ അതിർത്തി കടക്കുന്നതിന് മുമ്പേ അത് തകർക്കാനുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ മോഡേൺ ആയിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ അണുവായുധം ലിഫ്റ്റ് ചെയ്യുന്ന മൂമെൻറ്റിൽ തകർക്കുന്ന ഒരു സംവിധാനം, അതാണ് ആലോചിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇന്ത്യയുടെ പക്കൽ എന്തൊക്കെയാണ് S-400 അടക്കമുള്ള വമ്പന്മാരുണ്ടെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കി, ചൈന മനസ്സിലാക്കി. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പായിട്ട് അവർ കരുതുന്നത് ഒരു പക്ഷേ ഇതിനെ തകർക്കാൻ ശേഷിയുള്ള ഇതിനേക്കാൾ അപ്ഡേറ്റഡ് ആയ ഒരു വേർഷനുമായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? അപ്പോൾ S-400ൻ്റെ ശക്തിയും അതിൻ്റെ ദൗർബല്യവും എല്ലാവരും മനസ്സിലാക്കി കാണും. അപ്പോൾ ഒരു പക്ഷേ ചിന്തിച്ച് അതിനെ തകർത്തെറിയാൻ പറ്റുന്ന ഒരു തരത്തിലൊരു ആയുധ നിർമ്മാണവുമായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലായിരിക്കും നമ്മൾ അതിനകത്ത് പ്രതികരിക്കുക? അല്ല, ഇതിങ്ങനെ ഓരോ ആയുധങ്ങളും ഇങ്ങനെയല്ലേ മൂർച്ച കൂടി വരുന്നത്. നമ്മൾ ഓരോ തവണയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഓരോ ഭീഷണി നേരിടുമ്പോൾ അതിനുള്ള ബദൽ സംവിധാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ DRDO എന്നൊക്കെ പറയുന്നത് റെഗുലർലി റിസർച്ചിൽ മാത്രം ഇൻവോൾവ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ പുതിയ പുതിയ ആയുധങ്ങൾ, പുതിയ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ അതിനേക്കാൾ വലിയ ഇതൊരു വ്യാപാരമാക്കി മാറ്റാനാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. കാരണം ഏറ്റവും പെട്ടെന്ന് പണം കിട്ടുന്ന, ഏറ്റവും പെട്ടെന്ന് നമുക്ക് പേരെടുക്കാൻ കഴിയുന്ന, ഏറ്റവും പെട്ടെന്ന് മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ കഴിയുന്ന ഒരു ശക്തിയായി മാറണമെങ്കിൽ, ലോകശക്തി എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ കാര്യത്തിൽ മാത്രം ലോകശക്തിയായിട്ട് കാര്യമില്ല, ആയുധത്തിൻ്റെ കാര്യത്തിൽ ലോകശക്തി ആവണം. ഇല്ലെങ്കിൽ ഇതുപോലെ ചൈനയെ പോലുള്ളവർ, പാകിസ്ഥാനെ പോലുള്ളവർ, ബംഗ്ലാദേശിനെ പോലുള്ളവർ നമ്മുടെ 3 സൈഡിൽ നിന്ന് എതിർത്തുകൊണ്ടേയിരിക്കും. അത് നമുക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ റിസർച്ച് വിങ്ങുകൾ കുറേ കൂടെ ശക്തമാകണം. സാറ്റലൈറ്റുകൾ നമ്മൾക്ക് ഇത്തവണ നമ്മൾ വളരെ പെട്ടെന്നൊരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുകയാണ് ചെയ്തത് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അതായത് പാകിസ്ഥാൻ, ചൈന ഉൾപ്പെടെയുള്ള ബോർഡറുകൾ പരീക്ഷിക്കാനായിട്ട് നമ്മൾ വളരെ പെട്ടെന്നാണ് ഒരു സാറ്റലൈറ്റ് വിട്ടത്. അപ്പോൾ അത് ഫെയില്യൂറായിപ്പോയി 3ാം ഘട്ടത്തിൽ. പക്ഷേ അത് നമ്മളിനി ഉടൻ തന്നെ അത് നമ്മൾ വിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു കാവൽ കണ്ണ് ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ബോർഡറിൽ ഉണ്ടാകുന്ന സ്ഥിതി വരും. അത് എത്രയും പെട്ടെന്ന് നമ്മളത് ചെയ്യും. വളരെ ഹറിവറി ആയിപ്പോയി, അതുകൊണ്ടാണ് നമുക്കതൊരു ഫെയിലിയർ വന്നതെന്നാണ് ISRO ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പക്ഷേ അത് അവർ കുറച്ചുകൂടെ അവധാനത്തോടു കൂടി ചെയ്ത് ഇനിയും അത് വീണ്ടും നമ്മൾ ഭ്രമണപഥത്തിൽ എത്തിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു കണ്ണ് എപ്പോഴും ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും തലയ്ക്ക് മുകളിലുണ്ടാവും.